തിരുവനന്തപുരം ഭദ്രാസനത്തിലെ നിലപാടില്ലാത്ത വൈദികരെ, നിങ്ങൾക്ക് കഷ്ടം. ഈ പറയുന്നത് ഞാനല്ല. നിങ്ങൾ ട്രാൻസ്ഫറിന് വേണ്ടിയും നിലപാടിന് വേണ്ടിയും ഏത് കൊലച്ചതിയും ചെയ്യുമെന്ന് ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ വോട്ട് കൊടുത്ത് 4 തവണ ജയിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു മാനേജിങ് കമ്മിറ്റി അംഗമാണ്. എൻ്റെ വാക്കുകളല്ല. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായം, നിങ്ങളെ കാണുമ്പോൾ പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുത്തു തന്നിട്ട് അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കൊരു കുർബാന ചൊല്ലണേ എന്ന് പറഞ്ഞ് കൈമുത്തുന്ന ഒരാൾ. അപ്പം നിങ്ങളെ ഞാൻ ബഹുമാനത്തോടു കൂടി കാണുന്നു. എല്ലാവരെയും അല്ലെങ്കിലും മഹാഭൂരിപക്ഷം ആളുകളെയും അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷേ നിങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ആണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഞാൻ കേട്ടത് നിങ്ങളൂടെ കേട്ടോ. അതിനേക്കാട്ടിലുപരി ഇന്നലെ കോട്ടയത്ത് പോയ വൈദികർ എത്ര പേർ ആത്മാർത്ഥയോടെ പോയിരിക്കുന്നുണ്ട്. ഒരു ഇലക്ഷൻ വന്നാൽ അതിനകത്തിലും 30 പേരുണ്ടെന്ന് പറയുന്നത് അതിൽ 20 പേരും തിരിച്ചേ വോട്ട് ചെയ്യത്തുള്ളൂ. ഇത് അടുത്ത ട്രാൻസ്ഫർ വരികയല്ലേ, അവർക്ക് അങ്ങനെ നിൽക്കാനുള്ള അവർ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. അവർക്ക് അടുത്ത ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കിന് അവരെ ഒതുക്കിക്കളയല്ലേ, അല്ലെ ആ ഒരു ഉദ്ദേശത്തോട് പേടിച്ച് അവർ ഇന്നലെ പോയതാണ്. ആത്മാർത്ഥമായിട്ട് പോയതൊന്നുമല്ല.